നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്യാനുണ്ട്. ഒന്ന്, നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സിനെ കുറിച്ച് കവർ ചെയ്യണം. രണ്ട്, കവർ ചെയ്യാനുള്ളത് ഹാരി കെയിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഹാരി കെയിനും ചെൽസിയും തമ്മിൽ എന്താണ് റിലേഷൻഷിപ്പ് എന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയാം. മൂന്നാമത് സംസാരിക്കാനുള്ളത് തോമസ് ടൂക്കലിനെ കുറിച്ച് സംസാരിക്കണം. അതും ഇപ്പോഴത്തെ ചെൽസിയുമായിട്ട് എന്താണ് റിലേഷൻഷിപ്പ് എന്നുള്ളത് സംസാരിക്കാം. പിന്നെ സംസാരിക്കാനുള്ളത് എൻസോ മരസ്കനെ കുറിച്ചിട്ടാണ്. ആൻഡ് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ആൻഡ് ബേസിക്കലി ഞാൻ അവസാനം ഈ വീഡിയോന്റെ അവസാനം ഞാൻ എൻസോ മരസ്കനെ കുറിച്ചിട്ട് ഞാൻ തീർച്ചയായിട്ടും ഞാൻ 2-3 വാക്കുകൾ പറയുന്നുണ്ട്. ആൻഡ് പോരാത്തതിന് ഒരു 10 മിനിറ്റ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു മത്സരത്തിന്റെ ആദ്യത്തെ 10 മിനിറ്റിന്റെ റിവ്യൂ. അതോടെ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാം. ഞാൻ വീഡിയോസ് കാര്യമായിട്ട് ചെയ്യുന്നില്ല. ഞാൻ അതിന്റെ ഒരു വീഡിയോ ഇറക്കിയായിരുന്നു. എനിക്കിത് ചെയ്യാൻ പറ്റാത്ത അവസരങ്ങളായതുകൊണ്ടാണ്. പിന്നെ ഞാനിപ്പോൾ കളിയൊന്നും കാണാറില്ല. അതുകൊണ്ട് കുറച്ച് മനസമാധാനം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരെയുള്ള 10 മിനിറ്റിലാണ് നമ്മൾ കളി തോറ്റത്. അത് ആദ്യം നമ്മൾ ഗോൾ അടിച്ചു. പിന്നെ നമുക്ക് മനോഹരമായ ഒരു ത്രൂ ബോൾ പാൽമറിന് കൊടുത്തായിരുന്നു. പാൽമർ അത് ഫസ്റ്റ് ടൈം ഷോട്ട് എടുത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ജാക്സന് കൊടുത്തെങ്കിലും അത് കുറച്ച് ഓഫ് വെയിറ്റഡ് പാസ് ആയിരുന്നെങ്കിലും ജാക്സൺ അത് ഫിനിഷ് ചെയ്യാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതേ ഓഫ് വെയിറ്റഡ് പാസ് ആണ് സത്യം പറഞ്ഞാൽ ജാക്സൺ ആദ്യത്തെ ഗോളിന് വേണ്ടി നോണി മാഡ്യൂക്ക് കൊടുത്തു. പക്ഷെ നോണി മാഡ്യൂക്ക് ഇത് ഫിനിഷ് ചെയ്തു, ജാക്സൺ അത് ഫിനിഷ് ചെയ്തില്ല. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാക്സൺ അടിപൊളി ഒരു 1-on-1 ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു എഗൻസ്റ്റ് ഹോം മെറ്റയോ കോവച്ചിച്ച്. ജാക്സന്റെ പേസും മെറ്റയോ കോവച്ചിച്ചും തമ്മിലൊരു പേസിൽ ഒരു കമ്പാരിസൺ ഇല്ല. ജാക്സന് നേരെ അങ്ങനെ ടാപ്പ് ചെയ്ത് ഒരൊറ്റ ഓട്ടം ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റയോ കോവച്ചിച്ചിന് ചായ കുടിക്കാൻ പോകുമായിരുന്നു. ആ 2 അവസരങ്ങൾ പിന്നെ നമ്മൾ നഷ്ടപ്പെടുത്തി. പിന്നെ കളിയിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ആദ്യത്തെ 10 മിനിറ്റിൽ തന്നെ നമ്മൾ കളി തോറ്റു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും കളിയെ കുറിച്ച് പറയുമ്പോൾ നമ്മളിങ്ങനെ കുറെ ചീത്ത പറയാണ്ടിരിക്കേണ്ടി വരും. അപ്പൊ ഇവിടെയാണ് ഞാൻ ഈ പറയുന്ന പോലെ ഹാരി കെയിനും തോമസ് ടൂക്കലും സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സും എല്ലാവരും തമ്മിലുള്ള ഒരു ബന്ധം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഹാരി കെയിൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ടോട്ടനം എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബിനെ തന്റെ തോളത്ത് എത്രയോ സീസണുകൾ കൊണ്ട് നടന്നു എന്നുള്ളത് ഒരു പക്ഷേ ഈ സീസണിൽ ടോട്ടനമിന്റെ പെർഫോമൻസ് വെച്ച് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻസ് പോസ്റ്റെകോഗ്ലുവിനെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ അവരുടെ ടീമിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നോ അല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഒരാൾ വിചാരിച്ചാൽ തന്റെ ടീമിനെ എത്രത്തോളം മുന്നേറ്റി നടത്താം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഹാരി കെയിൻസ് കോൺട്രിബ്യൂഷൻ ടു ടോട്ടനം എന്നുള്ളൊരു സംശയം വേണ്ട. ആൻഡ് പോരാത്തതിന് ഇപ്പോൾ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ബയൺ മ്യൂണിക്. ഇതും ഈ പറയുന്ന പോലെ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഈ 2 കഴുതകളോട് കുറെ വർഷങ്ങളായിട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടത് ഒരു ഗോൾ സ്കോററാണ്, ഒരു സ്ട്രൈക്കറാണ് എന്നുള്ളത്. കുറെ വർഷങ്ങളായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും നമുക്ക് ഗോൾ സ്കോറർ സ്ട്രൈക്കർ. ഒബ്വിയസ്ലി മരീന ഗ്രാനിസ്കോയ പോയി ലുക്കാക്കുവിനെ മേടിച്ചു. ആ മരക്കഴുതയാണെന്നുണ്ടെങ്കിൽ കണാക്കൊണാന്ന് എന്തോ പറഞ്ഞിട്ട് അവൻ പേര് വിട്ട് ഊരും വിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നുണ്ടായിരുന്നു. അതിന് മരീന ഗ്രാനിസ്കോയനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശിവമാർഗം നമ്മളടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജാക്സനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഡെവലപ്പ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ജാക്സൺ അത്യാവശ്യം ഒരു നല്ലൊരു പ്ലെയറായി മാറും ഭാവിയിൽ. പക്ഷെ അതുവരെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളിങ്ങനെ തലയും ചൊറിഞ്ഞുകൊണ്ട് നടക്കും. ആൻഡ് ഈ 2 കഴുതകളുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മുടെ ഉദ്ദേശമായിട്ട് വേറെയാണ്. ഈ 2 കഴുതകൾക്ക് വേണ്ടത് ചെൽസി ഈ സീസണിലെ ടോപ്പ് 4 ഒന്നും ഫിനിഷ് ചെയ്യാന്നുള്ളതല്ല. ഈ സീസൺ പതുക്കെ അങ്ങോട്ട് ഓടിച്ചു പോയി അടുത്ത സീസൺ ടോപ്പ് 4, അതിന്റെ അടുത്ത സീസൺ ടൈറ്റിൽ ചാലഞ്ച് ചെയ്താൽ മതി എന്നൊക്കെയാണ് ഈ പൊട്ടന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൊട്ടന്മാര് പറഞ്ഞോട്ടെ, പൊട്ടന്മാര് പറഞ്ഞതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനനുസരിച്ച് പ്ലെയർ ഉണ്ടോ? ഇല്ല. നമുക്ക് ആവശ്യമുള്ള ഒരു ഗോൾ പോച്ചറാണ്, ഒരു സ്ട്രൈക്കറാണ്. അതിനൊരു പ്ലെയറിനെ നമ്മൾ സൈൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. ആ സൈൻ ചെയ്യാൻ ആവശ്യമുണ്ടോ? നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ സാമു ഒമറോഡിയോനെ വേണമെങ്കിൽ വരെ എത്തിച്ചു. അത് നമ്മൾ ഹിയർവിഗോ വരെ വന്നതാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ആയിട്ട്. പക്ഷെ എന്തോ ഡീലിന്റെ പേരിൽ അത് കൊളാപ്സ് ആയി പോയി. എന്നിട്ട് ഒരു ആവശ്യവുമില്ലാണ്ട് നമ്മൾ ജോവോ ഫെലിക്സിനെ കോണർ ഗാലഗറിനെ വിൽക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ സൈൻ ചെയ്തിട്ട് ജോവോ ഫെലിക്സിനെ കളിപ്പിക്കുന്നുണ്ടോ? അതുമില്ല. ജോവോ ഫെലിക്സ് കളിച്ചതുകൊണ്ട് വലിയ മാറ്റം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ ഞാൻ പറയണത് ഒരു കളിപ്പിക്കാൻ ഉദ്ദേശമില്ലാത്ത ഒരു പ്ലെയറിനെ കൊണ്ടുവന്നിട്ട് ഒരു പക്ഷെ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ വാല്യൂ ഉണ്ടായ കോണർ ഗാലഗറിനെ പിടിച്ച് വിറ്റിട്ട് നമ്മൾ എന്താണ് ചെയ്ത ഒരു ഐഡിയ ഇല്ല. നമുക്ക് വേണ്ടത് ഒരു സ്ട്രൈക്കറാണ്. നമ്മളിപ്പോ പോകുന്ന ആരുടെ പുറകിലാണ്? ഗർണാച്ചോന്. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ പറയാം. കാരണം അതിന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്റെ ഡാഡിക്കും മമ്മിക്കും ഞാനിരുന്ന് വിളിക്കേണ്ടി വരും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു സെന്റർ ബാക്കിനെയാണ്. ഇവന്മാര് കൊണ്ടൊരു ഡിസാസിനെ സൈൻ ചെയ്തുകൊണ്ട് വന്നു. പിന്നെ ഫ്രീ ആയതുകൊണ്ട് ടോസിനെയും സൈൻ ചെയ്തു. 2 പേരെയും മറസ്ക ഒട്ടും തന്നെ താല്പര്യം കാണിക്കുന്നില്ല. ഫൊഫാനെ ആണെങ്കിൽ പെർപ്പച്വലി ഇഞ്ചുവേർഡ് ആണ്. നമ്മൾ ഒരിക്കലും ഫൊഫാനെ റീപ്ലേസ് ചെയ്തിട്ടില്ല. റൂഡിഗറിനെയും നമ്മൾ ഇതുവരെ റീപ്ലേസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടത് ഒരു സ്ട്രൈക്കറിനെയാണ്, സെന്റർ ബാക്കിനെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പോയിട്ട് ചവിട്ടി തള്ളി പുറത്താക്കി ഓടിച്ചു വിട്ട ഒരു പ്ലെയറിനെ നമ്മൾ കൈയും കാലും പിടിച്ചിട്ട് പറഞ്ഞു, മോനെ നീ തിരിച്ചു വാ, നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി എന്നും പറഞ്ഞു. പക്ഷെ അവനൊരു എലീറ്റ് ലെവൽ CB ആണോ? ഞാൻ വിശ്വസിക്കുന്നില്ല. ട്രെവോ ചാലബ ഈസ് ആക്ച്വലി a സൊല്യൂഷൻ ഫോർ ചെൽസി. വളരെ നല്ലൊരു പ്ലെയർ ആണ്. സത്യം പറഞ്ഞാൽ ക്രിസ്റ്റൽ പാലസിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു അവന്റെ കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. അവൻ അങ്ങനത്തെ ഒരു ടീമിൽ ഒരു കൗണ്ടർ അറ്റാക്കിംഗ്, ട്രാൻസിഷൻ അറ്റാക്കിംഗ് ഒക്കെ ടീമിൽ കളിക്കുന്നതിൽ അവൻ രക്ഷപ്പെടും. ചാലബ ഇസ് നോട്ട് എ സൊല്യൂഷൻ. പിന്നെ നമ്മൾ ലോണിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഒരു അൻസൽ മീനിയോനെ കൊണ്ടുവന്നിട്ട് അവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. നേരെ മറിച്ച് സിറ്റി സൈൻ ചെയ്ത പ്ലെയറിനെ ഗതികേട് കൊണ്ട് ആദ്യം തന്നെ കളിപ്പിച്ചു. അൺഫോർച്ചുനേറ്റ്ലി പ്ലെയർ ഒരു മിസ്റ്റേക്കും വരുത്തി. അറ്റ്ലീസ്റ്റ് അവന് ചാൻസെങ്കിലും കൊടുത്തു. അവർ മർമൂഷിനെ സൈൻ ചെയ്തു.
സവീനിയോ ഉണ്ട്, ഡോക്കു ഉണ്ട്, ഗ്രീലിഷ് ഉണ്ട്, എന്നിട്ടും ഇപ്പൊ അവരൊരാളെ സൈൻ ചെയ്തു. നമ്മളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അതൊന്നും സ്ട്രെങ്തൻ ചെയ്യാണ്ട് കണ്ട സൈനിങ് ഒക്കെ നടത്തിക്കൊണ്ട് എന്തൊക്കെയോ സ്ക്വാഡ് എവിടേക്കോ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വേഗേന സൈൻ ചെയ്തു. അവനെയാണെങ്കിൽ നമ്മൾ ലോണിൽ വെട്ടുകയും ചെയ്തു. നമുക്ക് ലെസ്ലി ഒഗോചുക്കു എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്, അവനെ തിരിച്ച് ലോണിൽ നിന്ന് വിളിക്കാണ്ട് നമ്മളിപ്പോഴും കൈസൈഡോട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ചുക്കോമെക്ക എന്ന് പറയുന്ന ഒരു പ്രോപ്പർ അറ്റാക്കിംഗ് നമ്പർ 8 ഉണ്ട്, അവനായിട്ട് എടുത്തിട്ട് കളിപ്പിക്കുന്നുമില്ല. സോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് സ്ക്വാഡിനാണ്, ആർക്കാണ്, എന്തിനാണ് ബിൽഡ് ചെയ്യുന്നത് ചോദിച്ചു ഈ രണ്ട് പൊട്ടന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയും കൂടിയില്ല. ഈ ടീമിൽ ആകെ കൂടെയുള്ള ക്വാളിറ്റി പ്ലേയേഴ്സ് എന്നെ സംബന്ധിച്ച് കോൾ പാൽമർ, യെസ് ഗുഡ് സൈനിങ്. ജോഷിയൽസ്, താങ്ക് യു. കുക്കുറയ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരല്ല, ഇതിന് മുമ്പത്തെ നമ്മുടെ എനിക്ക് തോന്നുന്നു ഏത് സമയത്താണ് എൻസോ ഫെർണാണ്ടസിന്റെ തൊട്ടു മുമ്പല്ലേ കുക്കുറയ വന്ന, എനിക്ക് ഓർമ്മയില്ല. എനിവേ കുക്കുറയ. ആൻഡ് മൂന്നാമത് സത്യം പറഞ്ഞ മോയിസസ് കൈസോഡോ. അത് മോയിസസ് കൈസോഡോ പറഞ്ഞാൽ അവൻ ചെൽസിയിലേക്ക് വരണം എന്നുള്ളത് കൊണ്ട് ഇവർ 3 പേരുമാണ് എന്നെ സംബന്ധിച്ച് ഇപ്പൊ ടീമിലുള്ള ടോപ്പ് പ്ലേയേഴ്സ്. ലിവായ് കോൾവെലിനെ ഒന്നും ഞാൻ റേറ്റ് ചെയ്യുന്നില്ല. ആൻഡ് എനിക്ക് പണ്ടേ അവനെ വലിയ റേറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ഞാനും പിന്നെ കൂടെ നിന്നു എന്നേ ഉള്ളത്. പക്ഷെ ലിവായ് കോൾവെലിനെ ഒന്നും ഞാൻ റേറ്റ് ചെയ്യുന്നൊന്നുമില്ല. പെഡ്രോ നെറ്റോനെയും ഞാൻ റേറ്റ് ചെയ്യുന്നില്ല. ഇൻഫാക്ട് ഞാൻ എന്റെ അഭിപ്രായങ്ങൾ ഇനി മാറ്റാൻ പോകുന്നില്ല. പെഡ്രോ നെറ്റോനെയൊന്നും ഞാൻ റേറ്റ് ചെയ്യുന്നില്ല. അവൻ ഇങ്ങനെ പട്ടിയെ പോലെ ഓടി കിടക്കുന്നല്ലാണ്ട് ഇൻ ടേംസ് ഓഫ് ഔട്ട്പുട്ട് അവൻ ഔട്ട്പുട്ട് ഇല്ല. നോണി മാഡുവൊക്കെ കുറെ ഡ്രിബിൾ ചെയ്ത് പെനൽറ്റി ബോക്സിലേക്ക് എത്തും. പക്ഷെ ഇതുപോലെ അവൻ മറ്റൊരു സ്റ്റേർലിംഗ് ആണ്, ഒരു സെൽഫിഷും അൺഫിനിഷ്ഡ് റോ പ്രൊഡക്റ്റും ആണ്. ഇതിന്റെ വേറൊരു അവതാരമാണ് ഗർണാച്ചോ. അവനെയാണ് നമ്മൾ പോയി സൈൻ ചെയ്യാൻ പോണേ. ഇതെന്തിന്റെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ തോമസ് ടൂക്കലിനെ കുറിച്ച് എന്തിനാണ് സംസാരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തോമസ് ടൂക്കൽ ഒരു ഫ്രാങ്ക് ലാംപാർഡ് ഉപേക്ഷിച്ച ഒരു ടീമിനെ കൊണ്ട് ചാമ്പ്യൻസ് ലീഗ് അടുപ്പിച്ചു. എന്നിട്ട് ആ സീസണിൽ സാങ്ഷൻസിന്റെയും മറ്റേതിന്റെ ഒക്കെ പേരിലായിട്ട് പ്ലേയേഴ്സിനെ നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വേറെ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നില്ല. തോമസ് ടൂക്കലിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക. അപ്പൊ ടൂക്കൽ പറഞ്ഞു സെയിം പ്ലേയേഴ്സ് സെയിം സിസ്റ്റം, അതുകൊണ്ട് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. നമ്മൾ പറഞ്ഞു ഇത് ശരിയല്ല, അങ്ങനെ പിടിച്ച് സാക്ക് ചെയ്തു. നമ്മുടെ ടോഡ് ബോലി വന്ന് സാക്ക് ചെയ്തു, കുഴപ്പമില്ല സാക്ക് ചെയ്തോട്ടെ. പിന്നെ ഒരാളെ കൊണ്ടുവന്നു, ഗ്രാം പോട്ടറിനെ കൊണ്ടുവന്നു, 45 പേരെ സൈൻ ചെയ്തു, കാര്യം ഉണ്ടായില്ല. പുള്ളിക്കാരനെ പിടിച്ച് സാക്ക് ചെയ്തു. ഫ്രാങ്ക് ലാംപാർഡിനെ തിരിച്ചു കൊണ്ടുവന്നു, കാര്യം ഉണ്ടായില്ല, സാക്ക് ചെയ്തു. പോച്ചറ്റിനോനെ കൊണ്ടുവന്നു. ദുരന്തമായ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സീസൺ കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ഓഫ് ദി സീസൺ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും പുള്ളിക്കാരനൊന്ന് ഉഷാറ് കാണിച്ചു, കുഴപ്പമില്ല, പുള്ളിക്കാരൻ ഹി ഡിസർവ്ഡ് എ സാക്ക് ചെയ്തു. എൻസോ മറസ്കാനെ സൈൻ ചെയ്തു. നൗ ദ തിങ് ഈസ് ദിസ് വിൽ കണ്ടിന്യൂ. കാരണം നമുക്ക് അന്ധന്മാരാണോ പൊട്ടന്മാരാണോ നമുക്ക് അറിയില്ല. റോബർട്ട് സാഞ്ചസ് എന്ന് പറഞ്ഞ ഒരു ദുരന്തം നമ്മുടെ ഗോൾ പോസ്റ്റിൽ നിൽക്കുന്നുണ്ട്. അവന് പകരം നമുക്ക് വേറൊരു ആവശ്യമുണ്ട്. ഞാനൊരു ട്വിറ്ററിൽ വായിക്കേണ്ടായിരുന്നു, കെലഗർ അല്ലല്ലോ, അവന്റെ മറ്റേ ലിവർപൂളിൽ ഒരു കീപ്പർ ഉണ്ടായിരുന്നല്ലോ, അവനെ മാറ്റി ആലിസനെ സൈൻ ചെയ്തപ്പോൾ അവരുടെ ഇഷ്യൂസ് കുറെ സോൾവ് ആയി. നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റി എഡേഴ്സനെ സൈൻ ചെയ്തു, ഇഷ്യൂസ് കുറെ സോൾവ് ആയി. നമുക്ക് വേണ്ടത് ഒരു ടോപ്പ് ക്വാളിറ്റി ഗോൾ കീപ്പറിനെയാണ്. അതിന് പകരം നമ്മൾ സൈൻ ചെയ്ത ഗോൾ കീപ്പറിനെ എവിടെ ലോണും ചെയ്തു. ഇതുപോലെ ഒരു ദുരന്തത്തിനെ പിടിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുകയും ബ്രൈറ്റണിലെ 3rd ചോയ്സ് ആയിരിക്കുന്ന ഗോൾ കീപ്പറിനെ പിടിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യാണ്. ഒരു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് ടൂക്കൽ, ഫ്രാങ്ക് ലാംപാർഡ്, ഗ്രാഹം പോട്ടർ, പോച്ചിറ്റിനോ എല്ലാവരും പിടിച്ച് സാക്ക് ചെയ്തു. മെറസ്കാനും പിടിച്ച് സാക്ക് ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നും എനിക്ക് തോന്നുന്നൊന്നുമില്ല. കാരണം പുള്ളിക്കാരൻ ഇപ്പൊ മോശമായിട്ട് കൊണ്ടിരിക്കുകയാണ്. സീസണിന്റെ പകുതി ആയപ്പോഴത്തേക്കും എല്ലാ കോച്ചുകൾക്കും കിട്ടുന്ന ശാപം പോലെ തന്നെ പുള്ളിക്കാരനും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് എത്ര നാൾ വണ്ടി ഓടുന്ന അറിയില്ല. പക്ഷെ വേർ ആർ വി സൈനിങ് പ്ലേയേഴ്സ്? എവിടെയാണ് ക്വാളിറ്റി പ്ലേയേഴ്സ്? ഒരു കോച്ച് വന്ന് ഏതൊരു ടീമിനെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത്? എനിക്ക് തോന്നുന്നില്ല ഒരു കോച്ചിന് വന്നു കഴിഞ്ഞാൽ ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. പെപ് ഗോർഡിയോളയ്ക്ക് പോലും ഈ ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം പെപ് ഗോർഡിയോള തന്നെ ഇപ്പൊ 150 മില്യൺ കൊടുത്ത് 3 പ്ലേയേഴ്സിനെ വേറെ സൈൻ ചെയ്തു, കാരണം ഉള്ള പ്ലേയേഴ്സിനെ പോരാഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഈ 2 മണഗുണാചന്മാരായ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് ഇരിക്കുന്നതിൽ ഒരർത്ഥവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണുന്നില്ല. ആദ്യം സാക്ക് ചെയ്യണമെങ്കിൽ പൊട്ടന്മാരെ 2 പേരും പിടിച്ച് സാക്ക് ചെയ്യണം. അതല്ലാണ്ട് ഈ ടീം നന്നാവില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ബോലിയുടെയോ എക്ബാലിയുടെയോ തലയ്ക്ക് ആരെങ്കിലും ഒരു ചുറ്റിക പോയി അടിച്ചിട്ട് പറ, ഇത് അമേരിക്കൻ ഫുട്ബോൾ അല്ല, ഇത് അമേരിക്കൻ ലീഗ് അല്ല, ദിസ് ഇസ് മറ്റേ പ്രീമിയർ ലീഗ് ആൻഡ് വി ആർ ചെൽസി, വി ആർ എന്താ പറയണേ ട്രെയിൻഡ് ടു വിന്നിംഗ് വേസ്. നിങ്ങൾ അടുത്തതിന്റെ സീസണോ അതിന്റെ അടുത്തതിന്റെ സീസണോ അതിന്റെ അടുത്ത സീസണോ ടോപ്പ് 4 നിൽക്കാനാണെന്നുണ്ടെങ്കിൽ പോരാ. ഞങ്ങൾക്ക് വേണ്ടത് വി വോണ്ട് ടു സി ആർ ടീം വിന്നിംഗ്. ഇൻഫാക്ട് ഗ്രാഹം പോട്ടർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്, അതായത് ഈവൻ ദോ ഓണർഷിപ്പ് മാറിയെങ്കിലും ക്ലബിന്റെ കൾച്ചർ ഓഫ് വിന്നിംഗ് കൾച്ചർ മാറിയിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ വീഡിയോയിൽ തുടക്കം പറഞ്ഞത് ഹാരി കെയ്ൻ എന്ന് പറയുന്ന ഒരു സ്ട്രൈക്കറിനെ കുറിച്ചിട്ടാണ്. ഒരു സ്ട്രൈക്കർ വിചാരിച്ചാൽ യു ക്യാൻ ക്യാരി ദി എൻറ്റയർ ടീം. നൗ ജാക്സന്റെ മേലിൽ വിശ്വസിക്കുന്നുണ്ട്, കുഴപ്പമില്ല, ബട്ട് ബ്രിങ് ഇൻ സംബഡി എൽസ് വിത്ത് ഡിഫറെന്റ് ഔട്ട്പുട്ട്. ഗിയു ഉണ്ട്, പക്ഷെ ഗിയുനായിട്ടാണെങ്കിൽ കളിപ്പിക്കുന്നുമില്ല. പിന്നെ പറഞ്ഞത് തോമസ് ടൂക്കൽ, അതായത് അദ്ദേഹത്തിന് വേണ്ട പ്ലേയേഴ്സിന് ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സിസ്റ്റവും സ്ട്രഗിൾ ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഒരു പുതിയ കോച്ച് വന്നു കഴിഞ്ഞാലും അവർക്കനുസരിച്ചിട്ടുള്ള പ്ലേയേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ദിസ് സിസ്റ്റം വിൽ സീരിയസ്ലി സ്ട്രഗിൾ. ഫോർ സം റീസൺ എന്തോ മെറസ്ക ഫോർ സം റീസൺ ഓർ ദി അതർ വരുന്ന പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നില്ല. ആൻഡ് ഫൈനലി ഓൺ മെറസ്ക. നൗ ഇത്രയും നാളെ ഞാൻ മെറസ്കനെ ഡിഫെൻഡ് ചെയ്ത് അത്യാവശ്യം സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും പുള്ളിക്കാരൻ ഭയങ്കര അഡമന്റ് ആണ്. ഐ തിങ്ക് ഇറ്റ്സ് വെരി ക്ലിയർ നൗ ദാറ്റ് ഭയങ്കര ഫേവറേറ്റിസം ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വി ഹാവ് ക്വാളിറ്റി പ്ലേയേഴ്സ് ഇൻ ദ ബെഞ്ച്. ജോആ ഫെലിക്സ് അൺഅവൈലബിൾ ആയിരുന്നു ബിക്കോസ് ഓഫ് ഫാമിലി റീസൺസ്. പക്ഷേ വി ഹാവ് ക്വാളിറ്റി പ്ലേയേഴ്സ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പ്ലേയേഴ്സിനെ നമ്മൾ സൈൻ ചെയ്തു. അവരെയൊക്കെ വെച്ച് കളിപ്പിക്കുന്നതിന് പകരം പുള്ളിക്കാരൻ എന്തൊക്കെയോ പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ആയിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
ടോസിനെ പുള്ളിക്കാരൻ വിശ്വസിക്കുന്നില്ല, ദിസാസിനെ വിളിക്കുന്നില്ല. ഐ തിങ്ക് ദാറ്റ് ഇസ് ഫെയർ എനഫ്. പക്ഷെ അവരെ പിന്നെ ബെഞ്ചിലിടുന്നതിൽ അർത്ഥവും ഞാൻ കാണുന്നില്ല. അച്ചയംപോങ്ങിനെ എവിടെയോ കണ്ടു, പിന്നെ അവനെ ഇപ്പൊ കാണാനും കൂടിയില്ല. അവനെ എന്തോ എവിടെയോ മുഖ്യമൊന്നും എനിക്കൊരു സംശയമുണ്ട്. അവനെ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടി പറ്റിക്കാൻ വേണ്ടിയിട്ട് 2 കളിയൊക്കെ കളിപ്പിച്ചു, പിന്നെ അവൻ മുങ്ങി കാണുന്നൊന്നുമില്ല. അപ്പൊ എന്തൊക്കെയോ ഈവൻ മരസ്കയും കാണിച്ച് കൂട്ടുന്നുണ്ട്. മരസ്ക ടാക്ടിക്കലി ഭയങ്കര മറ്റേതായിരുന്നു, പുലിയായിരുന്നു, അമ്പനായിരുന്നു എന്നുള്ളതൊക്കെയാണ്. ആൻഡ് റിയാലിറ്റി ഈസ് ബ്രോ ഹീസ് കമ്മിങ് ഫ്രം എ ചാമ്പ്യൻഷിപ്പ് മാനേജിങ് ടീം. പുള്ളിക്കാരനും ഫസ്റ്റ് സീസൺ ആണ്. ചുരുക്കം പറഞ്ഞാൽ മൊത്തം കുളമാണ്. ആൻഡ് ഇത് മണ്ടന്മാരായിട്ട് ഇത് പ്രതീക്ഷയും കാത്ത് ഇരിക്കുന്നത് നമ്മളാണ്. ബിക്കോസ് റീസൺ ഇസ് വെരി ക്ലിയർ. ഐ തിങ്ക് സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സിന് നമുക്ക് ടോപ്പ് 4 ടൈറ്റിൽസ് ഒന്നും വേണ്ട. അവന്മാർക്ക് ഇങ്ങനെ പുട്ടുപടിച്ച് ശമ്പളവും വാങ്ങി ഒരു പണിയും ഇല്ലാണ്ട് ജീവിക്കാനാണ് താല്പര്യം. ഇതൊക്കെയാണ് കോർപ്പറേറ്റ് വേൾഡിലെ യാഥാർത്ഥ്യം. പൊട്ടന്മാര് കുറെ കാശ് ഉണ്ടാക്കുകയും ചെയ്യും. അധ്വാനിക്കുന്നവന്മാരാണെന്നുണ്ടെങ്കിൽ വളരെയുമില്ല. ദിസ് ഇസ് ദ റിയാലിറ്റി ഓഫ് കോർപ്പറേറ്റ് ലൈഫ്. അത് ഈ പൊട്ടന്മാരിൽ നിന്ന് നമുക്ക് ധൈര്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. ആൻഡ് മരസ്കയും കാര്യമായിട്ട് ആദ്യമൊക്കെ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പുള്ളിക്കാരൻ കൂടുതൽ വേഴ്സ് ആൻഡ് വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നൊരു സംശയം എനിക്കുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ കുറെ ഇനിയും സംസാരിക്കണം, ഒരേയും വീഡിയോയും ചെയ്യണം. സാഹചര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാം. പിന്നെ ഞാൻ ഏതെങ്കിലും പോയിന്റ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം തുടക്കം വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബട്ട് ഓവറോൾ ഇറ്റ്സ് ബിക്കം ആൻ അബ്സല്യൂട്ട് മെസ്. ഐദർ യു സ്റ്റാർട്ട് വിന്നിങ് ഗെയിംസ്, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ യു സ്റ്റാർട്ട് ഷോയിങ്. അതായത് എല്ലാ കളിയും കഴിഞ്ഞിട്ട് ഇത് മറ്റേ പോട്ടർ പറഞ്ഞ പോലെ ദ ബോയ്സ് പ്ലേഡ് റിയലി വെൽ. ഇതിപ്പോ തന്നെ മെലസ്കയുടെ കേസും തന്നെ സാഞ്ചസിനെ ഞങ്ങൾ ഫുള്ളി പിന്താങ്ങിയാണ്. ഐ എം സോറി ബോയ്സ്, നമുക്കൊരു ക്വാളിറ്റി ടീമില്ല. ആൻഡ് ഫൈനലി വുമൻസ് ഫുട്ബോൾ. ഓ യെസ്, അതാണ് ഞാൻ പറയാൻ വന്നത്. ലെറ്റ്സ് ലുക്ക് അറ്റ് വുമൻസ് ഫുട്ബോൾ. നമ്മുടെ ടീമിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടത് എമ ഹയസ് ആണ്. ലിറ്ററലി ദ ജോസെ മൊറീനിയോ ഓഫ് വിമൻസ് ടീം. ബ്രില്യൻ, ലെജൻഡ്, ടോപ്പ് ലെവൽ കോച്ച്. പുള്ളിക്കാരി പോയി. നമ്മുടെ ബോർഡ് തീരുമാനിച്ചു, നമ്മുടെ അവിടുത്തെ ഡയറക്ടർ തീരുമാനിച്ചു, എമ ഹയസിന് പറ്റിയ റീപ്ലേസ്മെന്റ് കൊണ്ടുവരാം. സോണിയ ബൊംബാസ്റ്റർ പുള്ളിക്കാരി വന്നു. ഇപ്പോ വിമൻ സൂപ്പർ ലീഗിൽ ചെൽസി വിമൻ ടോപ്പിൽ നിൽക്കുകയാണ്. 20 കളിയിൽ 19 ജയം മൊത്തം ഓൾ കോമ്പറ്റീഷൻസിൽ. പുള്ളിക്കാരൻ നമുക്ക് പറഞ്ഞു നമുക്ക് ഡിഫൻസിലില്ല. വി വെന്റ് അഹെഡ് ആൻഡ് സൈൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻഡർ ഇൻ ദ വേൾഡ്. ഏകദേശം ഇന്ന് വുമൻസ് ഫുട്ബോളിൽ 1 മില്യണോളം ഡീല് വരുന്ന ഒരു പ്ലെയറിനെ പോയി നമ്മൾ സൈൻ ചെയ്തു. സോ വിമൻസ് ടീം അടിപൊളിയായിട്ട് കോച്ചിനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ട് പ്ലേയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഒരു വിന്നിംഗ് മെന്റാലിറ്റി ഉള്ള ഒരു ടീമിനെ പോലെ കളിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ മാഞ്ചസ്റ്റർ സിറ്റി കാണിക്കുന്നത് തന്നെയാണ്. സവീനിയോ ഉണ്ട്, ഡോക്കു ഉണ്ട്, ഗ്രീലിഷ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. വേണ്ട, ഞങ്ങൾക്ക് വേറൊരു പ്ലെയറിനെ വേണം. മർമോഷിനെ കൊണ്ടുവന്നു, പിന്നെ വേറെ 2 പ്ലെയേഴ്സിനെ കൊണ്ടുവന്നു. ദാറ്റ് ഈസ് ഹൗ യു ബിൽഡ് എ ടീം. അല്ലാണ്ട് നമ്മൾ 25 വർഷം കഴിഞ്ഞിട്ട് പിള്ളേർ പ്രായമായി വന്ന് കളിച്ച് ടൈറ്റിൽ വിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ മണഗുണാച്ചന്മാരുടെ കീഴിലാണെങ്കിൽ നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ തോൽവികൾ നമ്മൾ ഏറെ കുറെ വാങ്ങും. ഒരു 10 പുതിയ കോച്ച് വന്നു കഴിഞ്ഞാലും നമ്മൾ ടൈറ്റിൽ അടിക്കാൻ പോകുന്നത് എനിക്ക് യാതൊരു പ്രതീക്ഷ, ടൈറ്റിൽ പോട്ടെ ടോപ്പ് 4 വരെ എത്തുന്നുള്ള യാതൊരു പ്രതീക്ഷ എനിക്ക് കാണുന്നില്ല. ഒരു കോച്ചിനെ ഒരു പരിധി വരെ ക്രിട്ടിസൈസ് ചെയ്യാം, പക്ഷെ ടീം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ക്രിട്ടിസൈസ് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ദാറ്റ്സ് ഇറ്റ്. വീഡിയോ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. ഡു ലെറ്റ് മീ നോ നിങ്ങളുടെ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് SK ഫ്രം ചൽസിക്കാരൻ.